മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശല്യപർവ്വത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ മറുപടി പറഞ്ഞപ്പോൾ ദുര്യോധനന് ക്രോധം ഒന്നുകൂടി ആളിക്കത്തുകയാണ് ചെയ്തത്. അതിനാൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ലജ്ജയില്ലാത്ത യാദവ, ഞാൻ എന്തനുഭവിച്ചുവെന്നാണ് പറയുന്നത്? സ്വന്തം പൗരുഷം കൊണ്ടും ആജ്ഞാശക്തി കൊണ്ടും ഭൂമി മുഴുവൻ അടക്കി വാണു. ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ സുഖങ്ങളും സുഭിക്ഷമായി അനുഭവിച്ചു. ഭൂമിയിലിരുന്ന് സ്വർഗീയതയിൽ കഴിഞ്ഞു. അവസാനം എല്ലാ ബന്ധുക്കളോടും കൂടി സ്വർഗത്തിലിരുന്ന് സുഖിക്കാൻ ഇതാ പോകുന്നു. അഭികാമ്യവും അസൂയാവഹവുമാണ് എൻ്റെ ജീവിതം. നിങ്ങളോ ഗതികെട്ട് നട്ടം തിരിഞ്ഞ് ദുഃഖികളായി കഴിയുന്നു. ദുര്യോധനൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആകാശത്തു നിന്ന് സുഗന്ധപുഷ്പങ്ങൾ ധാരാളമായി ദുര്യോധനനിൽ വർഷിക്കപ്പെട്ടു. ദേവവാദ്യങ്ങൾ മുഴങ്ങി, സുഗന്ധമാരുതൻ വീശാൻ തുടങ്ങി. അത് കണ്ട ഭഗവാൻ പാണ്ഡവരെയും സംഘങ്ങളെയും സമാധാനിപ്പിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി ആർത്തു വിളിച്ചുകൊണ്ടും ശംഖനാദത്തെയും വാദ്യഘോഷങ്ങളെയും മുഴക്കിക്കൊണ്ടും തേരിൽ കയറി കൂടാരങ്ങളിലേക്ക് യാത്രയാവുകയും ചെയ്തു. ദൃഷ്ടദ്യുമ്നൻ, സത്യകി, പാഞ്ചാലി പുത്രന്മാർ, പാഞ്ചാലർ, സോമകർ എന്നിവരോടും ഭഗവാനോടും കൂടി പാണ്ഡവർ യാത്ര തിരിച്ചു. എല്ലായിടത്തും ശൂന്യമായി കിടക്കുന്ന കൗരവരുടെ കൂടാരങ്ങളിലും ചെന്നു നോക്കി. ദുര്യോധനന്റെ ശിബിരത്തിൽ ധാരാളം സ്വർണവും വെള്ളിയും പലതരത്തിലുള്ള പദാർത്ഥങ്ങളും വൃദ്ധന്മാരായ ദാസന്മാരുമുണ്ട്. ദാസന്മാർ പാണ്ഡവരെ ആദരിച്ചു. അവിടെയുള്ള ദ്രവ്യങ്ങളെല്ലാം എടുത്ത് അനന്തരം എല്ലാവരും രാത്രിയിലെ വിശ്രമം ആരംഭിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്കാർക്കും ഇവിടെ താമസിക്കേണ്ട, അതാണ് നല്ലത് എന്ന്. ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ ആരും അതിനെ ചോദ്യം ചെയ്തില്ല. എല്ലാവരും വേഗത്തിൽ പുറത്തേക്കിറങ്ങി അടുത്തു തന്നെ കണ്ടതായ നദീതീരത്തിൽ എല്ലാവരും വിശ്രമിക്കാൻ തീർച്ചപ്പെടുത്തി. അവിടെ ചെന്ന് എല്ലാവരും തേരിൽ നിന്നിറങ്ങിയപ്പോൾ ആദ്യം തന്നെ അർജുനന്റെ വാനരധ്വജം അദൃശ്യമായി തീർന്നു. അധികം താമസിക്കാതെ അദ്ദേഹത്തിന്റെ രഥം അഗ്നിയിൽ കത്തി ദഹിച്ച് വെണ്ണീറാവുകയും ചെയ്തു. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് അർജുനനോ പാണ്ഡവർക്കോ അറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ ആശ്ചര്യകരമായ ആ സംഭവത്തിന് എന്താണ് കാരണമെന്ന് ഭഗവാനോട് ചോദിച്ചു. മഹാസ്ത്രാഗ്നിയിൽ മുമ്പ് തന്നെ ദഹിച്ചതാണ് ആ രഥം. എന്നാൽ താൻ അതിലിരുന്നത് കൊണ്ടാണ് അതിത്രയും ദിവസം കത്തി വെണ്ണീറാവാതിരിക്കാൻ കാരണമെന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും ചട്ടയും ആയുധങ്ങളും അഴിച്ചുവെച്ച് വിശ്രമിക്കാൻ തുടങ്ങി. ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെ സമീപിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. മഹാരാജാവെ, ഭാഗ്യം കൊണ്ട് അങ്ങ് ജയിച്ചു. നിഷ്കണ്ടകമായ രാജ്യം അങ്ങേക്ക് അധീനമായി തീരുകയും ചെയ്തു. പണ്ട് ഉപപ്ലവ്യത്തിൽ വെച്ച് യുദ്ധാലോചനയ്ക്ക് വേണ്ടി ഞാൻ വന്ന സമയത്ത് അങ്ങ് പറഞ്ഞില്ലേ അർജുനനെ രക്ഷിക്കണമെന്ന്? അർജുനനെ രക്ഷിച്ചിരിക്കുന്നു. എന്നല്ല, ഭാഗ്യം കൊണ്ട് അർജുനൻ മാത്രമല്ല, എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇനി മേലോട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കണം. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു എന്നിങ്ങനെയുള്ള ഭഗവാന്റെ വാക്ക് കേട്ട് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനെ വളരെയധികം ബഹുമാനിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. സർവശക്തനായ കേശവ, അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് ദ്രോണന്റെയും കർണന്റെയും ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ കഴിയുന്നത്? അവിടുത്തെ സാന്നിധ്യവും സഹായവും അനുഗ്രഹവും മാത്രമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ ഹേതു. എല്ലാം മംഗളമായി കലാശിച്ചു. മനസ്സിന് ഏറ്റവും ശാന്തിയുണ്ടാവേണ്ട സമയമാണിത്. എങ്കിലും ഒരു ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധാരി മാതാവ് വലിയ തപസ്വിനിയാണ്. അവരുടെ തപശക്തി എത്രയെന്ന് ആർക്കും പറയാൻ വയ്യ. സ്മരണ കൊണ്ട് മാത്രം തന്നെ അവർക്ക് പലതും ചെയ്യാൻ കഴിയും. അവരെന്തെങ്കിലും സങ്കല്പിച്ചാൽ അത് വിഫലമാകുമെന്ന് വിചാരിച്ചുകൂടാ. ദുര്യോധനനെ ഭീമൻ അധർമ്മമായിട്ടാണ് കൊന്നതെന്ന് അവരറിയുന്ന പക്ഷം പുത്രശോകം കൊണ്ട് ആർത്തയായ ആ തപസ്വിനി എന്തു ചെയ്യുമെന്ന് പറയാൻ വയ്യ. സങ്കല്പം കൊണ്ട് മാത്രം നമ്മളെയൊക്കെ ദഹിപ്പിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ചെയ്തെടുത്തോളം സാഹസങ്ങളൊക്കെ വിഫലമായി തീരും. അതിനാൽ ആദ്യം തന്നെ വേണ്ടത് പുത്രശോകാർത്ഥരായ ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും സമാധാനിപ്പിക്കലാണ്. അതിനവിടുന്ന് തന്നെ പോകണം. വ്യാസാചാര്യൻ അവിടെ എത്തിയിട്ടുണ്ടാവും. എങ്കിലും അങ്ങും കൂടെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്നിങ്ങനെയുള്ള യുധിഷ്ഠിരന്റെ വാക്കുകളെ കേട്ട ഭഗവാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വേഗത്തിൽ ദാരികനോട് രഥം പൂട്ടാൻ പറയുകയാണുണ്ടായത്. രഥം തയ്യാറായി കഴിഞ്ഞെന്നറിയിച്ചപ്പോൾ ഭഗവാൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞ് വായുവേഗത്തിൽ ഹസ്തിനാപുരത്തേക്ക് തേരോടിച്ചുകൊണ്ട് യാത്രയായി. പ്രശാന്തമായ നഗരത്തിലെ രാജവീതിയിലൂടെ രാത്രിയിൽ ഭഗവാൻ ഒറ്റയ്ക്ക് തേരിലിരുന്ന് വരുന്നത് കണ്ടപ്പോൾ ജനങ്ങളൊക്കെ അന്തം വിട്ട് നോക്കി നിന്നു.
ഭഗവത് രഥം എവിടെയും താമസിക്കാതെ വായുവേഗത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അരമനയുടെ മുൻഭാഗത്തെത്തി നിന്നു. തേരിൽ നിന്ന് ചാടിയിറങ്ങി ഭഗവാൻ അകത്ത് കടന്നപ്പോൾ ധൃതരാഷ്ട്ര രാജാവും ഗാന്ധാരി ദേവിയും വ്യാസാചാര്യനും ഇരിക്കുന്നതായി കണ്ടു. 3 പേരെയും വണങ്ങി, മഹാരാജാവെ, ധർമ്മം വിജയിച്ചിരിക്കുന്നു. പലരും അങ്ങയെ ധർമ്മം ഉപദേശിച്ചു. ഞാനും പാണ്ഡവർക്ക് വേണ്ടി 5 ഗ്രാമങ്ങളെങ്കിലും തരുന്ന പക്ഷം യുദ്ധം കൂടാതെ കഴിക്കാമെന്ന് പല പ്രാവശ്യം യാചിച്ചു. എന്നാൽ എന്തുകൊണ്ടോ അങ്ങയ്ക്ക് അപ്പോൾ അതൊന്നും കേൾക്കാൻ തോന്നിയില്ല. കാലശക്തിയുടെ വൈചിത്ര്യമെന്നേ പറയാനുള്ളൂ. എല്ലാം ചെയ്യിക്കുന്നതും ചെയ്യുന്നതും കാലമാണ്. അതിനാരെയും പഴിച്ചിട്ട് കാര്യമില്ല. അതിനാൽ പാണ്ഡവരോട് അങ്ങേക്ക് ഈർഷ്യയുണ്ടാവരുത്. അങ്ങേക്കിനി പുത്രകാര്യങ്ങൾ സാധിക്കേണ്ടതും പാണ്ഡവരിൽ കൂടിയാണ്. അതിനാൽ പാണ്ഡവരിൽ തെറ്റ് കാണരുത്, അവരെ വെറുക്കരുത്. കർമ്മഫലങ്ങളാണ് കാലത്തിലൂടെ വന്നു ചേരുന്നതെന്നോർത്ത് സമാധാനിക്കൂ. എങ്കിലേ അങ്ങയ്ക്ക് ശാന്തി കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഗാന്ധാരിയോട് പ്രത്യേകമായി ഇങ്ങനെ പറഞ്ഞു: ദേവി, അമ്മയ്ക്കറിയേണ്ടതായിട്ടൊന്നുമില്ല. ഞാനൊന്നും പറയേണ്ട ആവശ്യവുമില്ല. എങ്കിലും ഉപചാരമായി പറയുകയാണ്. ഞാനിവിടെ പാണ്ഡവരുടെ ദൂതനായി വന്നപ്പോൾ എന്ത് പറഞ്ഞിട്ടും കേൾക്കാതിരുന്ന ദുര്യോധനനോട്, മൂഢ, എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമെന്ന് അമ്മ പറഞ്ഞില്ലേ? ആ വാക്ക് സത്യമായിരിക്കുന്നു. അതിൽ കവിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല. അതിനാൽ പാണ്ഡവരോട് അപ്രീതി ഉണ്ടാവരുത്. അവരല്ല, നിങ്ങളുടെ കർമ്മമാണ് അനുഭവത്തിന് കാരണം. ഇല്ല, എനിക്ക് പാണ്ഡവരോട് അമർഷമൊന്നുമില്ല. എൻ്റെ മനസ്സ് കുറച്ചൊന്ന് ചലിച്ചുവെങ്കിലും ഇപ്പോൾ പൂർവാധികം സുദൃഢമായി എന്ന് ഗാന്ധാരി ദേവി മറുപടി പറഞ്ഞതോടെ ഭഗവാൻ അവരോട് 3 പേരോടും യാത്ര പറഞ്ഞ്, അശ്വത്ഥാമാവ് പാപം ചെയ്യുമോ എന്നെനിക്ക് സംശയമുണ്ട്. അതിനാൽ ഇപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞ് ഭഗവാൻ വേഗത്തിൽ പാണ്ഡവരുടെ അടുക്കലേക്ക് യാത്രയാവുകയും ചെയ്തു. അതിനിടയിൽ പാണ്ഡവർ പോർക്കളം വിട്ടു പോയെന്നും ദുര്യോധനൻ വീണുകിടക്കുന്നുണ്ടെന്നും അശ്വത്ഥാമാവ് തുടങ്ങിയവരറിഞ്ഞു. അവർ ബന്ധപ്പെട്ടോടി വന്നു. അപ്പോഴേക്ക് ദുര്യോധനൻ മണ്ണ് പുരണ്ടും രക്തത്തിൽ മുങ്ങിയുള്ള ശരീരത്തോടെ വളരെ സാഹസപ്പെട്ട് കൈകുത്തി എഴുന്നേറ്റിരുന്നു. മുന്നിൽ നിൽക്കുന്ന സഞ്ജയനെ നോക്കി പലതും പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. 11 അക്ഷൗഹിണി സൈന്യത്തിൻ്റെ നാഥനും നാട്ടിലെ മുഴുവൻ ചക്രവർത്തിയുമായിരുന്ന എൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ. ലോകം മുഴുവൻ എൻ്റെ കൽപ്പനയെ മാനിച്ചിരുന്നു. ഇന്നൊരാളും എന്നെ നോക്കാൻ പോലുമില്ല. അല്ലെങ്കിൽ എന്തിന് മറ്റുള്ളവരെ പറയുന്നു? എല്ലാം എൻ്റെ പാപശക്തി തന്നെ. വൃദ്ധരായ അച്ഛനമ്മമാരും ഭർത്താവും മക്കളും മരിച്ച എൻ്റെ ഭാര്യയും ഇനി എന്തു ചെയ്യുമോ ആവോ. സഞ്ജയ, എല്ലാവരോടും എൻ്റെ വർത്തമാനങ്ങൾ പറയൂ. അല്ലെങ്കിൽ വ്യസനിക്കാനൊന്നുമില്ല. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് എൻ്റെ അന്ത്യം എത്രയും ശ്രേഷ്ഠമാണെന്ന് തന്നെ പറയണം. എന്നിങ്ങനെ പലതും പറഞ്ഞ് കണ്ണീർ വാർക്കുന്ന ദുര്യോധനൻ്റെ മുന്നിലേക്ക് അശ്വത്ഥാമാവ്, കൃപൻ, കൃതവർമാവ് എന്നീ 3 പേരും മരിച്ചിട്ടില്ലാത്ത അല്പം ചില ഭടന്മാരും കൂടി വന്നു. മഹാരാജാവിൻ്റെ ദയനീയ അവസ്ഥയെ കണ്ട് അവരെല്ലാവരും വ്യസനിച്ചു. അശ്വത്ഥാമാവാണ് കൂടുതൽ വ്യസനിച്ചത്. അദ്ദേഹം പൊട്ടിക്കരയുക തന്നെ ചെയ്തു. തൻ്റെ പിതാവായ ദ്രോണൻ മരിച്ചപ്പോൾ കൂടിയും തനിക്ക് ഇത്രമാത്രം വ്യസനമുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്തു. കുറച്ചു സമയം എല്ലാവരും പലതും പറഞ്ഞ് വ്യസനിച്ചു. അപ്പോഴേക്ക് അശ്വത്ഥാമാവിന് പാണ്ഡവരോടുള്ള വിദ്വേഷാഗ്നി ആളിക്കത്തി. എന്തു ചെയ്തിട്ടും അദ്ദേഹത്തിന് തടക്കാൻ കഴിഞ്ഞില്ല. ക്രോധത്തിൻ്റെ ആവേശം കൊണ്ട് ദ്രൗണിയുടെ മുഖം ഭയങ്കരമായി തീർന്നു. കണ്ണുകൾ തീഷ്ണങ്ങളായി. അദ്ദേഹം പല്ലുകടിച്ചുകൊണ്ട് എന്തു വന്നാലും താൻ പാണ്ഡവരെ തകർത്തേ അടങ്ങൂ എന്ന് ദുര്യോധനനോട് പറഞ്ഞു. മരണവക്ത്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മഹാരാജാവിന് അതൊരു സന്തോഷ വാർത്തയായിരുന്നു. അദ്ദേഹം ഉടനെ കൃപാചാര്യനോട് അഭിഷേകജലം കൊണ്ടുവരാൻ പറഞ്ഞു. ഉടൻ തന്നെ രാജകൽപ്പന നടത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അജയരായ ശത്രുക്കൾ സ്ഥലം വിട്ടപ്പോൾ ദുര്യോധനന്റെ മരണശയ്യക്കരികിൽ വെച്ച് അശ്വത്ഥാമാവിന് ഒരഭിഷേകം നടത്തപ്പെട്ടു. സൈന്യങ്ങളൊന്നുമില്ലെങ്കിലും അദ്ദേഹം സേനാനായകനായി. കൽപ്പന കേൾക്കാൻ ആരുമില്ലെങ്കിലും അദ്ദേഹത്തിന് കൽപ്പിക്കാനുള്ള അധികാരം കിട്ടി. ഉടനെ തന്നെ ദുര്യോധനനെ വിട്ട് ഉള്ള ആളുകളോടുകൂടി അശ്വത്ഥാമാവ് ശത്രുക്കളില്ലാത്ത പോർക്കളത്തിലേക്ക് യുദ്ധത്തിന് പാഞ്ഞു പോവുകയും ചെയ്തു. ഇവിടെയാണ് ശല്യപർവം അവസാനിക്കുന്നത്. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.